ഇറാനും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമുഖമാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നിലവിലുള്ള ലോക സാഹചര്യം എന്നുള്ളത്. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം വളരെ വിചിത്രമായ നടപടികളിലൂടെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക എന്നുള്ള രാജ്യവും അതിന്റെ നടപടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനുമായിട്ട് രമ്യതയിലാവണമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇറാൻ പരമോന്നത നേതാവ് അലി ഖൊമൈനിക്ക് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒരു കത്തയച്ചിരുന്നു. പക്ഷേ അമേരിക്കയുമായിട്ട് സൗഹൃദമോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് സൗഹാർദ്ദമോ അമേരിക്കയുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള അനുരഞ്ജനങ്ങൾക്കോ തങ്ങൾ തയ്യാറല്ല എന്ന മറുപടിയാണ് അയത്തുള്ള അലി ഖൊമൈനി ഇതിന് മറുപടിയായി ഡൊണാൾഡ് ട്രംപിന് നൽകിയത്. ഇതിനുശേഷമാണ് പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളെ ഒന്നാകെ പിടിച്ചുകുലുക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ ഗസയിൽ അതിനുശേഷം നടത്തിയിട്ടുണ്ട്. വ്യാപകമായ കൂട്ടക്കുരുതികളാണ് യഥാർത്ഥത്തിൽ ഗസയിൽ അതിനുശേഷം ഇസ്രായേൽ നടത്തിയത്. പക്ഷേ എന്നിരുന്നാൽ പോലും തങ്ങളുമായിട്ടുള്ള സമാധാന ഉടമ്പടികളിൽ അമേരിക്കയുമായിട്ടുള്ള ഒരു രമ്യമായിട്ടുള്ള പരിഹാരങ്ങൾ സാധ്യമല്ല എന്നും അമേരിക്കയെയും ഇസ്രായേലിനെയും തങ്ങൾക്ക് ഒരു നിലക്കും വിശ്വസിക്കാൻ കഴിയില്ല എന്നുമുള്ള നിലപാടുകൾ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖൊമൈനി അത്തരം നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇതിനുശേഷമാണ് ഒരു സംഘർഷ രൂക്ഷമായ സാഹചര്യം ഉണ്ടാകുന്നത്. അമേരിക്കയുടെ കൂടുതൽ പടക്കപ്പലുകൾ ഈ ഒരു മേഖലകളിലേക്ക് കടന്നു വരുന്നു. കൂടുതൽ അവരുടെ ആയുധങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നു. ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കുമെന്നുള്ള ഒരു നിലപാട് ഡൊണാൾഡ് ട്രംപും അമേരിക്കയും സ്വീകരിക്കുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു ചെങ്കടലിൽ അടക്കമുള്ള ഈ ഒരു സമുദ്രപാത എന്നുള്ളത് വളരെ നിർണായകമാണ്. ഹൂത്തികൾ അടക്കമുള്ള ഇറാനെ പിന്തുണക്കുന്ന വിഭാഗങ്ങൾക്ക് മേൽക്കോയ്മയുള്ള ഈ ഒരു മേഖലയിൽ അവിടെ വലിയ ഉപരോധങ്ങൾ ഇറാനും യമനിലെ ഹൂത്തികളും ചേർന്ന് നടത്തിയാൽ അത് ലോകത്തിന്റെ സഞ്ചാരപാത തന്നെ ദുഷ്കരമായ സാഹചര്യത്തിലേക്ക് തള്ളപ്പെടും. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തിൽ റഷ്യയുടെ വ്ളാഡിമിർ പുടിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രസ്താവന എന്നുള്ളത് അത് ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ അതൊരു മൂന്നാം ലോകമായ യുദ്ധത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ള ഒരു നിലപാടാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അഥവാ വീണ്ടും ലോകത്ത് ഒരു സംഘർഷ സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രാജ്യങ്ങൾ ചേരിതിരിഞ്ഞുകൊണ്ടുള്ള ഇത്തരം നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകളാണ് ഇത് നൽകുന്നത്. ഇത് മാത്രമല്ല, ചെങ്കടലിലെ വലിയ ഉപരോധങ്ങൾ ഈ ഒരു ലോകക്രമത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇറാന് നേരെയുണ്ടായ അമേരിക്കയുടെയും അതുമായി ബന്ധപ്പെട്ട സഖ്യ രാഷ്ട്രങ്ങളുടെയും ഇസ്രായേലിന്റെയും എന്തെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നാൽ അത് ചെങ്കടലിലെ ഈ ഒരു ചരക്ക് ഗതാഗതയെ വ്യാപകമായി ബാധിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ഈ ഒരു കടലിടുക്കിൽ ഇറാനുള്ള മേധാവിത്വവും ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന യമനിലെ ഹൂത്തികളുടെ നിലപാടുകളും വളരെ നിർണായകമായിരിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്ക ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് കടന്നാൽ അത് ചെങ്കടലിലെ ഉപരോധങ്ങളിലേക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇവിടെ മിഡിൽ ഈസ്റ്റിലെ മറ്റു അറേബ്യൻ രാജ്യങ്ങളുടെ നിലപാടാണ് ഏറ്റവും നിർണായകമായിരിക്കുന്നത്. കാരണം നിലവിലുള്ള സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളിലൊക്കെ ഖത്തറിലായാലും UAE-യിലായാലും ബഹ്റൈനിലായാലും സൗദി അറേബ്യയിലായാലും ഈ രാജ്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അവരുടേതായ ഈ ഒരു എയർബേസുകൾ അല്ലെങ്കിൽ അവരുടെ എയർബേസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ഈ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ അവരുടെ ഏറ്റവും വലിയ വ്യോമത്താവളം പ്രവർത്തിക്കുന്നുള്ളത് അത് ഖത്തറിലാണ്. ഇങ്ങനെ ഈ രാജ്യങ്ങളിലെ വ്യോമത്താവളങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആക്രമണം, യുദ്ധമുണ്ടായാൽ അമേരിക്കക്ക് നടത്തേണ്ടി വരും. അങ്ങനെ ഉണ്ടായാൽ അത് കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടും.
നിലവിൽ ഈ രാജ്യങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള സമാധാന ഉടമ്പടികളുമായിട്ട് ഇറാൻ മുമ്പോട്ട് പോകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഈ രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധത്തിലാണ് നിലവിൽ ഇറാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ എയർബേസുകൾ, വ്യോമത്താവളങ്ങൾ, ഇവരുടെ ആ രാജ്യങ്ങളുടെ ഈ ഒരു വ്യോമപാത ഉപയോഗിച്ചുകൊണ്ട് ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ അത് കാര്യങ്ങളുടെ ഗതി മാറ്റുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് വ്യക്തമാവുന്ന കാര്യം. കാരണം ഇപ്പോൾ ഈ രാജ്യങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും അറേബ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമപാതകൾ, തങ്ങളുടെ വ്യോമത്താവളങ്ങൾ, തങ്ങളുടെ രാജ്യത്തുള്ള ഇത്തരം അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ഒരു ഇറാനെതിരെയുള്ള ആക്രമണത്തിന് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു നിലപാട് താൽക്കാലികമായിട്ടെങ്കിലും ഈ രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക നിലവിൽ ഈ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ വഷളാക്കാൻ നിലവിലുള്ള സാഹചര്യമില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും വരും സമയങ്ങളിൽ വലിയ രീതിയിലുള്ള യുദ്ധസന്നാഹങ്ങളും യുദ്ധ പിരിമുറുക്കങ്ങളും ഉണ്ടായാൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നാൽ ഇതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ അമേരിക്ക ആക്രമിച്ചപ്പോഴൊക്കെ ഈ രാജ്യങ്ങളിലുള്ള എയർബേസുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് മാത്രമല്ല, ഇവിടെ നിലവിൽ ഇസ്രായേൽ ഗസയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളിൽ പോലും ഇത്തരം എയർബേസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് വ്യാപകമായിട്ട് ആയുധങ്ങൾ അമേരിക്ക കയറ്റി അയക്കുന്നു എന്നുള്ള ഒരു ആരോപണവും അത്തരം സാഹചര്യങ്ങളും കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇറാനെതിരെയുള്ള ഈ ഒരു ആക്രമണങ്ങൾ ഉണ്ടായാൽ ഈ മേഖലയെ ഒന്നാകെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോക സാമ്പത്തിക ഘടനയെ അടക്കം പ്രവർത്തിപ്പിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ മിഡിൽ ഈസ്റ്റിലെ ഈ പ്രമുഖമായ രാജ്യങ്ങൾ ഒന്നാകെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് പിന്തുണയേകുന്ന സാഹചര്യം ഉണ്ടായാൽ ലോകക്രമം മാറും. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് ഈ രാജ്യങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ലക്കും ലഗാനും ഇല്ലാത്ത രീതിയിലുള്ള വാക്പോരുകളും അല്ലെങ്കിൽ അത്തരം ആക്രോശങ്ങളും നടത്തുന്ന ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഇടപെടലുകൾ വളരെ ചിന്തനീയമായിട്ട്, വളരെ വ്യക്തതയോട് കൂടിയിട്ടാണ് ഈ രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഏതെങ്കിലും ആക്രോശങ്ങളിലേക്ക് തങ്ങൾ വീണുപോകരുത് എന്നുള്ള ഒരു നിലപാട് ഈ രാജ്യങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം ഈ ഒരു സിറിയയിലുണ്ടായ ഭരണമാറ്റമാണ്. സിറിയയിൽ പുതിയൊരു ഭരണവിഭാഗം വന്നിരിക്കുകയാണ്. ബഷർ അൽ അസദ് എന്ന ഏകാധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗമാണ് അവിടെ ഭരണത്തിലുള്ളത്. ഇങ്ങനെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ വ്യോമത്താവളങ്ങൾ സിറിയയിലും ഇറാഖിലും മറ്റുള്ള രാജ്യങ്ങളിൽ ഉണ്ട് എങ്കിൽ പോലും ഒരു വലിയ രീതിയിലുള്ള രക്തച്ചൊരിച്ചിലുകൾക്ക് ഇടയാക്കാവുന്ന ഒരു ആക്രമണങ്ങളിലേക്ക് അമേരിക്ക കടക്കുമെന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഇറാനെ ഏതെങ്കിലും രീതിയിൽ അനുരഞ്ജനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ അവർ ആലോചിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. മറുഭാഗത്ത് ഇസ്രായേൽ വീണ്ടും ഗസയിൽ കൂട്ടക്കരുതികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 100-ന് മുകളിൽ ആളുകളാണ് ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ചെറുത്തുനിൽപ്പ് സംഘങ്ങളൊക്കെ വളരെ ഈ ഒരു സമാധാന കരാറുമായിട്ട് സഹകരിക്കുമെന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ നിന്നും വിഭിന്നമായി ക്രൂരമായ ആക്രമണങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇത് പൂർണ്ണമായിട്ടും ഡൊണാൾഡ് ട്രംപിന്റെയും അമേരിക്കയുടെയും പിന്തുണയോട് കൂടിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ ഒരു സാഹചര്യം ഈ ഒരു മേഖലയെ ഒന്നാകെ രണ്ടു തരത്തിൽ സ്വാധീനിക്കാൻ ഇടയുണ്ട്. ഒന്ന്, ഈ ഒരു ചരക്ക് ഗതാഗതം പൂർണ്ണമായിട്ടും ഈ ഒരു ചെങ്കടൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ഒരു കടലിടുക്കിൽ ഇറാന്റെ സാന്നിധ്യം വലിയ രീതിയിലുള്ള ഭീഷണിയാണ്. മറ്റൊരു കാര്യം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ഇത്തരം അവരുടെ വ്യോമത്താവളങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആക്രമണങ്ങൾ വീണ്ടും കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് കടക്കും. നേരത്തെ യമനിലെ അൻസാറുള്ളയടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്, അഥവാ ഹൂത്തികൾ വ്യക്തമാക്കിയിരിക്കുന്നത്, തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ UAE-യുടെ
അബുദാബിയിലെയോ ദുബൈയിലെയോ അല്ലെങ്കിൽ ഇത്തരം അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ഉപയോഗിച്ചാൽ ആ വ്യോമത്താവളങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഈ നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ ആക്രമണം നടത്തുമെന്നുള്ള നിലപാട് യമനിലെ ഹൂത്തികൾ നടത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇത് വീണ്ടും സങ്കീർണമായിരിക്കുകയാണ്. അഥവാ ഇത്തരം ഒരു കൃത്യമായിട്ടുള്ള ഏത് സാഹചര്യത്തിലും പരസ്പരമുള്ള ഈ ഒരു പ്രശ്നങ്ങളിൽ കൃത്യമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ശത്രുക്കളുടെയോ അല്ലെങ്കിൽ തങ്ങളുടെ എതിരാളികളുടെയോ ശക്തിയൊന്നും നോക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ സമയത്തും യമനിലെ ഹൂത്തികൾ നടത്തുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹൂത്തികളുടെ ഈ പ്രഖ്യാപനങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ രാജ്യങ്ങൾ കാണുന്നുള്ളത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ യമനിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ ഇതുവരെയും ഈ വ്യോമത്താവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും നിലവിലുള്ള ഇറാനുമായിട്ടുള്ള ഈ ഒരു സംഘർഷ സാഹചര്യം കൂടുതൽ രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്നുള്ള സാഹചര്യം തന്നെയാണ് ലോകത്താകമാനം നിലനിൽക്കുന്നത്.